ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്, സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ റജാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ടൂള് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്താണ് റജാസ്പ്ലോയിറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ റജാസ്പ്ലോയിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റജാസ്പ്ലോയിറ്റിൽ. ഓക്കെ. റജാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഗിറ്റ്ഹബിൽ പോവുക. ഗിറ്റ്ഹബിൽ പോയിട്ട് ഞാനിപ്പോൾ ഗിറ്റ്ഹബിൽ പോയിട്ട് എടുക്കുന്നതിൻ്റെ കാരണം എൻ്റെ അക്കൗണ്ടിലാണല്ലോ, അതുകൊണ്ടാണ്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ പോയി ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ കോഡ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഗിറ്റ്ഹബ് പേജ്. ഇവിടെ നമ്മുടെ റജാസ്പ്ലോയിറ്റ് ഗിറ്റ്ഹബ് പേജ് ഇത്രയും കോഡ്സാണ് ഉള്ളത്. ഇവിടെ ഒരു റീഡ്മി ഫയൽ ഉണ്ട്. എന്താണ് റജാസ്പ്ലോയിറ്റ് വേർഷൻ 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റജാസ്പ്ലോയിറ്റ് ഇസ് ഡെവലപ്പ് സ്ട്രിക്ട്ലി ഫോർ ഡെവലപ്ഡ് സ്ട്രിക്ട്ലി ഫോർ സൈബർ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ, ഡിഫൻസ് സെക്യൂരിറ്റി റിസർച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് റജാസ്പ്ലോയിറ്റ് എന്താണെന്ന് ബേസിക്കലി ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിനകത്ത് തന്നെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് റജാസ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൂളിൻ്റെ ഒരു ഓവർവ്യൂ. ഇതൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒരു ഐഡിയ കിട്ടും. അതർവൈസ് നിങ്ങൾ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചുകൂടി വിഷ്വലി മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പൈത്തൺ ആണ്. HTML മറ്റേ ഷെൽ സ്ക്രിപ്റ്റിങ്ങും കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റജാസ്പ്ലോയിറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇവിടെ ഈ കോഡ് എന്ന് പറയുന്നത്, ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ഒരു ടൂൾ ഗിറ്റ്ഹബിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് അറിയായിരിക്കും. നമ്മൾ ഈ കോഡ് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനലിൽ വരിക, സുഡോ ഗിറ്റ് ക്ലോൺ അടിച്ചിട്ട് ആ ലിങ്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ മതി. നമ്മുടെ ആ ടൂൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ. ഞാൻ ഈ ടൂൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഓക്കെ. ഇവിടെ റജാസ്പ്ലോയിറ്റ്. ഓക്കെ. ഇതാണ് നമ്മുടെ റജാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ടൂൾ. ഇപ്പം ഞാൻ ഒന്ന് റജാസ്പ്ലോയിറ്റിലോട്ട് പോവാം. റജാസ്പ്ലോയിറ്റിൽ പോയിട്ട് ലിസ്റ്റ് അടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റജാസ്പ്ലോയിറ്റിനകത്തുള്ള ഫോൾഡേഴ്സും കോഡ്സും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റജാസ്പ്ലോയിറ്റിൻ്റെ ഒരു പ്രത്യേകത കുറേ ഫോറൻസിക്സ് ടൂൾസും കുറച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് പെർമിഷൻ അല്ലെങ്കിൽ റൂട്ട് ആക്സസ് ആവശ്യമുള്ള കുറച്ച് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സുഡോ കമാൻഡ് അടിച്ച് വേണം ഇത് റൺ ചെയ്യാൻ. ഈ rajasplot.py എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റണ്ണിങ് കമാൻഡ്. സോ ഈ കമാൻഡ് ഒന്ന് അടിച്ച് വേണം ഇത് ഓപ്പൺ ആക്കാൻ. സോ സുഡോ rajasplot ടാബ് അടിച്ചാൽ മതി. rajasplot.py അടിക്കുക. എന്നിട്ട് ഓക്കെ. സുഡോ പൈത്തൺ അടിക്കണം കേട്ടോ. സുഡോ പൈത്തൺ 3 rajasplot.py ഇതാണ് കമാൻഡ്. സുഡോ പൈത്തൺ 3 rajasplot.py ഇങ്ങനെ അടിച്ചാണ് നമ്മൾ നമ്മുടെ റജാസ്പ്ലോയിറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് റജാസ്പ്ലോയിറ്റ്. ഇതാണ് റജാസ്പ്ലോയിറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ എൻ്റെ വക ഒരു ചെറിയ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാക്കിംഗ് ഈസ് നോട്ട് മൈ ജോബ്, ഇറ്റ്സ് മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വേർഷൻ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റഡ് ബൈ ഓൾട്രിക്സ് ടീം EHSFP. റജാസ്പ്ലോയിറ്റിൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്താണ്, എൻ്റെ ഫ്രണ്ട് റജ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഗിഫ്റ്റാണ് റജാസ്പ്ലോയിറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് റജാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ഓപ്ഷൻസ് കാണാൻ പറ്റും. 8 ഓപ്ഷൻസ്. 8ാമത്തത് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, അതുകൊണ്ടാണ് 7 ഓപ്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റെക്കഗ്നൈസൻസ്, അറ്റാക്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഫോറൻസിക്സ്, ഡിഫൻസീവ് ആൻഡ് മോണിറ്ററിംഗ്, ഹണി പോട്ട്, എക്സ്ട്രാ ഫീച്ചേഴ്സ്, റിപ്പോർട്ടിംഗ്. ഇത് എന്താണെന്ന് ഞാൻ ഓരോന്ന് വെച്ച് പറഞ്ഞുതരാം. റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റെക്കഗ്നൈസൻസ്. നെക്സ്റ്റ് അറ്റാക്ക് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അറ്റാക്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ, പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫേസ് ആണ് അറ്റാക്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ. ഇത് നമ്മൾ മൊഡ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്, ഓപ്ഷൻസ് എന്നല്ല.
മൊഡ്യൂൾസ്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? റെക്കഗ്നൈസൻസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്താണ്? അറ്റാക്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? ഫോറൻസിക്സ് ആൻഡ് ഇൻസിഡന്റ് റെസ്പോൺസ്. അതായത് നമ്മുടെ കുറച്ച് ഫോറൻസിക് പരമായിട്ട് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നൊരു ഭാഗമാണ് ഫോറൻസിക്സ് ആൻഡ് ഇൻസിഡന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഡിഫൻസീവ് ആൻഡ് മോണിറ്ററിങ്, അതായത് നമുക്ക് കുറച്ച് നമ്മുടെ സിസ്റ്റത്തിലുള്ള പാക്കറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫൻസീവ് മോണിറ്ററിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഹണി പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ഹണി പോട്ട് റൺ ചെയ്യുന്നുണ്ട്. ഒരു ഹണി പോട്ട് ഡെമോ, ഒറിജിനൽ ഹണി പോട്ട് ഇങ്ങനെയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷേ ഒരു ന്യൂ യൂസറിന് വേണ്ടിയുള്ള ഒരു ഹണി പോട്ട്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസസിന് വേണ്ടി, അതായത് ഒരു ഹാക്കറിന് ഡെയിലി ഉള്ള ഇയാളുടെ യൂസസിൽ ആവശ്യമായി വരുന്ന പല സാധനങ്ങളുണ്ട്. നമ്മൾ യൂഷ്വലി അതൊക്കെ ഗൂഗിളിൽ പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം എൻകോഡിങ് ആയിക്കോട്ടെ, ഡീകോഡിങ്ങിനുള്ള ടൂൾസ് ആയിക്കോട്ടെ, നമ്മൾ ക്രോമിക്കറിയാണ് എടുക്കുന്നത്. അതൊന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റ് റജാസ്പ്ലോയിറ്റ് തന്നെ നമുക്ക് ഇതിനുള്ള എല്ലാ ഓപ്ഷൻസും തന്നെ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഡിപ്പെൻഡൻസി സ്റ്റാറ്റസ്, അത് കുറച്ച് കോർ ടൂൾസ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ആണോ അല്ലയോ എന്ന് കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഓക്കെ. ബേസിക്കലി റജാസ്പ്ലോയിറ്റ് എന്താണെന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് റജാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ടൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വലിയ ഹാക്കേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്ര ഡീപ് ഡൈവ് ആയിട്ട് ഇതിനകത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയോ അല്ല. എത്തിക്കൽ ഹാക്കിംഗ് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലോട്ട് അല്ലെങ്കിൽ കാളി ലിനക്സിലോട്ടൊക്കെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് കുറേ ടൂൾസ് ഉണ്ട്, ഇഷ്ടംപോലെ ടൂൾസും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്, ഏതൊക്കെ ടൂൾ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം പോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, റെക്കഗ്നൈസൻസിന് വേണ്ടി എന്തൊക്കെ ടൂൾസ് ഉണ്ട്, ഇവിടെ ഇത്രയും ടൂൾസ് ഉണ്ട്, നമ്മളിവിടെ ടൂൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സസ് ഡെവലപ്മെന്റ് കൊണ്ട് ഇവിടെ ഇങ്ങനെ കുറേ ടൂൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെയൊക്കെ തന്നെയാണ് റജാസ്പ്ലോയിറ്റും വർക്ക് ചെയ്യുന്നത്. അതായത് എക്സാക്ട്ലി ഏത് യൂസാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ യൂസിലേക്ക് അത് എങ്ങനെയാണോ നിങ്ങൾ പോകേണ്ടത്, അതിന്റെ എക്സാക്ട്ലി നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് എൻമാപ്പ് സ്കാൻ ആണെങ്കിൽ ഡീപ്പ് സ്കാൻ വേണോ, പോർട്ട് സ്കാൻ മതിയോ, അതോ ജസ്റ്റ് ക്വിക്ക് സ്കാൻ മതിയോ, അങ്ങനെയല്ല. അത്രയും ഡീപ്പ് ഡൈവ് ആയിട്ട് ഒരാളെ ഗൈഡ് ചെയ്ത് അയാളെ കൊണ്ട് ഈ എല്ലാ ടൂൾസും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു മിനിമസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ടൂളിന്റെ പറയുന്ന പേരാണ് റജാസ്പ്ലോയിറ്റ്. അതായത് കാളി ലിനക്സ് യൂസ് ചെയ്യാൻ ഗൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് റജാസ്പ്ലോയിറ്റ്. ഓക്കെ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടൂൾസ് ആയിക്കോട്ടെ, ഡിപ്പെൻഡൻസീസ് ആയിക്കോട്ടെ, എല്ലാം തന്നെയും എന്താണ് നമ്മുടെ കാളി ലിനക്സിൽ പ്രീ ബിൽഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ റജാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. അതായത് റജാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു setup.sh എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. ഇത് നിങ്ങൾ റൺ ചെയ്യണം. അത് റൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം chmod പ്ലസ്, അതായത് +x അടിച്ചിട്ട് ഈ setup.sh നിങ്ങളൊന്ന് അടിക്കണം. എന്നുവെച്ചാൽ നമ്മൾ അറിയാം അതിൻ്റെ പെർമിഷൻ, അതായത് എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുക്കാൻ പറ്റുക. ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ setup.sh ആദ്യം ഒന്ന് റൺ ചെയ്യണം. അതായത് കുറച്ച് ഡിപ്പെൻഡൻസുകളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ചില ടൂൾസ് ഒക്കെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം അതുകൊണ്ട് നമ്മളൊരു കോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് setup.sh. ആ കോഡൊന്ന് റൺ ചെയ്യുക. ഓക്കെ. ഇവിടെ സുഡോ ചേർത്തുകൊണ്ട് അടിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോറി, മൈ മിസ്റ്റേക്ക്. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാനർ ഒക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും ഞാൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാനിത് ഫിനിഷ് ചെയ്തൊരു സംഭവമാണ്, അതുകൊണ്ട് ഇത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ നിങ്ങളൊന്ന് റൺ ചെയ്യുക. അപ്പോൾ കുറേ ഡിപ്പെൻഡൻസികളും കാര്യങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിർബന്ധമില്ല എങ്കിൽ പോലും ഒന്ന് ചെയ്തിരിക്കുക. കാരണം ഇവന്തോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കയറാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ requirement.txt എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് കുറച്ച് ഡിപ്പെൻഡൻസികളൊന്ന് റൺ ചെയ്യാൻ. ഓൾറെഡി അത് setup.sh ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇനി ആയിട്ടില്ല എങ്കിൽ ആവാൻ വേണ്ടിയാണ്. അതിൽ നിങ്ങൾ pip install ഈ ഒരു കമാൻഡ് ഇത് ഈ ഭാഗം നിങ്ങൾക്ക് വേണ്ട. pip install -r requirement.txt എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് കൂടി അടിക്കുക. അപ്പം ഏതെങ്കിലുമൊക്കെ ഡിപ്പെൻഡൻസികൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ. എഗെയിൻ അതും ഞാൻ ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാനത് ക്യാൻസൽ ചെയ്തൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് റജാസ്പ്ലോയിറ്റിലോട്ട് കയറേണ്ടത്. ഓക്കെ. എഗെയിൻ ഇതിൻ്റെ ഓരോ ഓപ്ഷൻസ് എടുത്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ റെക്കഗ്നൈസിങ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ കാര്യം പറയുന്നത് ക്രിയേറ്റഡ് ബൈ ഓൾട്രിക്സ് ടീം EHSFB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പഴയ ടീമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ റജാസ്പ്ലോയിറ്റ് ക്രിയേറ്റ് ചെയ്തത് പണ്ടാണ്. ഇപ്പം ഞാൻ അതിൻ്റെ വെർഷൻ 2 ആണ് ഇറക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ എൻ്റെ ടീമിനെ വിടുന്നില്ല.
ടീമിൻ്റെ പേര് തന്നെയാണ് ഈ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെക്കഗ്നൈസൻസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹെഡിങ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് റെക്കഗ്നൈസൻസ് എന്ന് നോക്കി കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ആ റെജാസ്പ്ലോയിറ്റ് കണ്ടാൽ എഗെയിൻ ഒരു ബാനർ വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആൻഡ് പോർട്ട് സ്കാനിങ് ആണോ വേണ്ടത്, DNS ആൻഡ് സബ് ഡൊമൈൻ എന്യൂമറേഷൻ ആണോ വേണ്ടത്, വെബ് ആപ്ലിക്കേഷൻ അനലൈസിസ് ആണോ വേണ്ടത്, അങ്ങനെ 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 കണ്ടോ ഓപ്ഷൻസ് ഇങ്ങനെ നിർത്തിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ എക്സാക്ട്ലി എന്ത് ചെയ്യാനാണ് വന്നത്? ഇപ്പോൾ പോർട്ട് സ്കാൻ ചെയ്യാനാണോ വന്നത് എങ്കിൽ എഗെയിൻ ഒന്ന് ഞെക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കും നിങ്ങൾക്ക് ഏത് ടൂളാണ് വേണ്ടത്, Nmap വേണോ, മാസ് സ്കാൻ വേണോ, നെറ്റ് ഡിസ്കവർ വേണോ, യൂണിക്കോൺ സ്കാൻ വേണോ, ഫിപ്പിംഗ് വേണോ, എയർപിംഗ് വേണോ, അങ്ങനെ ഏത് ടൂളാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതും ഇവർ തന്നെ ചോദിക്കും. എഗെയിൻ നമ്മളിപ്പോൾ ഞാൻ Nmap എടുക്കുകയാണെങ്കിൽ ഇവിടെ ചോദിക്കുകയാണ് ക്വിക്ക് സ്കാൻ വേണോ, ഫുൾ പോർട്ട് സ്കാൻ വേണോ, സർവീസ് ഡിറ്റക്ഷൻ വേണോ, OS ഡിറ്റക്ഷൻ വേണോ, അഗ്രസീവ് സ്കാൻ വേണോ, വൾനറബിലിറ്റി സ്ക്രിപ്റ്റ്സ് വേണോ, ഇങ്ങനെ ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് ഏത് വേണം. അപ്പോൾ നിങ്ങൾ ക്വിക്ക് സ്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർ എൻ്റർ ടാർജറ്റ് ചോദിക്കും. ഇപ്പോൾ എൻ്റർ ടാർജറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ IP അഡ്രസ് തന്നെ കൊടുക്കാൻ, ഞാൻ വേറെ ഡിവൈസ് ഒന്ന് ഓണാക്കി വെക്കാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ക്വിക്ക് സ്കാൻ ആയതുകൊണ്ട് Nmap -T4 എന്ന് പറയുന്ന ഒരു സ്കാൻ, ഡീഫോൾട്ട് സ്കാൻ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ ആ Nmap സ്കാൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരും. അത് ഇപ്പം എൻ്റെ ഡിവൈസിന് വേണ്ടത് സ്കാൻ ആയി വരാം. നല്ല ടൈമിലേക്ക് ഞാൻ മെറ്റാസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് കൊടുത്താൽ വേറെ ഏതെങ്കിലും കൊടുത്താൽ അതിനനുസരിച്ച് ഓരോ ഇതിനനുസരിച്ചുള്ള ടൈം എടുക്കും. വൾനറബിലിറ്റി സ്കാൻ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അഗ്രസീവ് സ്കാൻ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അങ്ങനെ യു ഹാവ് എവറിത്തിങ്. ഇവിടെ Nmapന് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ടത് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, എഗെയിൻ ഞാൻ ബാക്ക് ടു മെനു കൊടുക്കുക. ഇവിടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് അവിടെ ഓപ്ഷൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്തുകൊണ്ടല്ല, നമ്പർ അടിച്ച് വേണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഇപ്പം നിങ്ങൾ റെക്കഗ്നൈസൻസ് നല്ല ടൈപ്പ് ചെയ്യേണ്ടത് 1 ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എഗെയിൻ നമ്മൾ 1 പോയി കഴിഞ്ഞാൽ ഇനി വെബ് ആപ്ലിക്കേഷൻ അനലൈസിസിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവിടെ വാട്ട് വെബ് ഉണ്ട്, പിന്നെ നിക്ടോ ഉണ്ട്, ഡിർബ് ഉണ്ട്, ഗോബസ്റ്റർ ഉണ്ട്. ഗോബസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാതെ വരും. ഇവിടെ നമ്മൾ URL കൊടുക്കുക. ഇവിടെ എല്ലാം ഡീഫോൾട്ടാണ്. സാധാരണ ഗോബസ്റ്റർ ഉപയോഗിക്കുന്ന നമ്മളിങ്ങനെ അല്ല ഗോബസ്റ്റർ ഉപയോഗിക്കുന്നത്, കമാൻഡ് വൈസ് ആണ്. കമാൻഡ് അടിച്ച് നമ്മൾ ഗോബസ്റ്റർ URL കൊടുത്ത് അത് കൊടുത്ത് ഇത് കൊടുത്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് URL എന്താ, അതെന്താ, ഇതെന്താ, അങ്ങനെ എല്ലാം ഇവർ തന്നെ ചോദിക്കും. ഏത് വേർഡ് ഫയലാണ് റൺ ചെയ്യേണ്ടത്. അതാണ് റജാസ്പ്ലോയിൻ്റെ ഒരു പ്രത്യേകത. ആക്ച്വലി നിങ്ങളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ്സ് കാണാപ്പാടെ പഠിക്കൂല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, എല്ലാ ടൂൾസും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു നിങ്ങൾക്കത് അതൊക്കെ ഒന്ന് തഴക്കം വരാൻ വേണ്ടിയുള്ള ഒരു ടൂളാണിത്. ഓക്കെ, ഒക്കെ ഞാൻ ബാക്ക് അടിക്കണമെങ്കിൽ 0 അടിക്കുക, ബാക്ക് അടിക്കുക. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറഞ്ഞ ടൂൾ ചെക്കർ എന്നൊരു സംഭവം. അതായത് റെക്കഗ്നൈസൻസിന് വേണ്ടി നമ്മൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നോക്കാൻ ഒന്ന് 8 ഞെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ടൂൾസും ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ തടസ്സമൊന്നുമില്ലാതെ യൂസ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ടൂൾ ഇവിടെ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ DNS എന്യൂമറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ സഫൈഡർ ഉണ്ട്, അമ്മാസ് ഉണ്ട്, എഗെയിൻ ഗോബസ്റ്റ് ഉണ്ട്, DNS റെക്കൺ ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് അനലൈസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ TCP ഡംപ് ഉണ്ട്, എയർസ്പോഫ് ഉണ്ട്, DSNIF ഉണ്ട്, പിന്നെ TCP റിപ്ലൈ, അങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമേറ്റഡ് ട്രാക്ക് ആൻഡ് ഫ്ലോ, ഇതും ബാക്ക് അടിക്കുക. പിന്നെ 4 നോക്കാം. 4 കഴിഞ്ഞാൽ ഹാർവെസ്റ്റർ, റെക്കഡജി, സ്പൈഡർ ഫുട്ട്, ഷെയർലോക്ക്, ഹൂയിസ്, മാൾട്ടിക്കോ, ഈ ടൂൾസ് ഇവിടെ ലിസ്റ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് 30 ഇവിടെ ഈ കാണുന്ന ഇത്രയും ഓപ്ഷൻസിനുള്ളിൽ തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ റെക്കഗ്നൈസൻസ് ഒറ്റ ഫേസിൽ വരുന്നതാണ്. നമുക്ക് ഇനിയും കിടക്കാൻ 5 ഫേസസ് വേറെ, അല്ലെങ്കിൽ 5 മൊഡ്യൂൾസ് വേറെ കിടക്കുക. ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് 7 ഓപ്ഷൻസ് ഉണ്ട്. 7 ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ പല ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങളെ റജാസ്പ്ലോയിറ്റ് ഗൈഡ് ചെയ്യുന്നത്. ബാക്ക് അടിക്കാം. അടുത്തത് അറ്റാക്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷനോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് കോർ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രെയിംവർക്ക് ആണോ, വെബ് ആപ്ലിക്കേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ആണോ, പാസ്വേഡ് നെറ്റ്വർക്ക് അറ്റാക്സ് ആണോ, സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണോ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പം കോർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫ്രെയിംവർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റാസ്പ്ലോയിറ്റോടെ ആർബിറ്റേജ് ആണോ, ബീഫ് ആണോ എന്ന് ചോദിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഇഷ്ടം. ഇതിൽ നിങ്ങൾ ടൂൾസ് ഏത് സെലക്ട് ചെയ്താലും ഒഫീഷ്യലായിട്ട് ആ ടൂൾ തന്നെയായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ ലോഞ്ച് ചെയ്യാൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒഫീഷ്യലി മെറ്റാസ്പ്ലോയിറ്റബിൾ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഗൈഡഡ് ആയിട്ടുള്ളൊരു സാധനം ആയിരിക്കില്ല വരിക. ഓക്കെ, അതുപോലത്തെ ടൂൾസ് ഒക്കെയാണ് അത്.
അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലോഞ്ച് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ റെക്കണൻസി എടുത്താലും ഒഫീഷ്യൽ റെക്കണൻസി മാൾട്ടിഗോ എടുത്ത ഒഫീഷ്യൽ മാൾട്ടിഗോ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. അതിൽ നമുക്ക് ഗൈഡഡ് ആയിരിക്കില്ല വരിക, കാരണം അതൊക്കെ വേറെ ആപ്ലിക്കേഷൻസ് ആണ്, അതുകൊണ്ടാണ്. ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ റൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആകുമ്പോൾ നോക്കാവേ. ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ വന്നിട്ടുണ്ട്. നമുക്ക് മെറ്റാസ്പ്ലോയിറ്റബിൾ വന്നിട്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. നമ്മൾ എക്സിറ്റ് അടിച്ചാൽ തിരിച്ച് നമ്മൾ റജാസ്പ്ലോയിറ്റിൽ തന്നെ വന്നു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് പാസ്വേഡ് ആൻഡ് നെറ്റ്വർക്ക് അറ്റാക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്ര ഉണ്ട്, ജോൺ ദ റിപ്പർ ഉണ്ട്, ഹാഷ് കാറ്റ് ഉണ്ട്, എയർ ക്രാക്കൻസി ഉണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്ര യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കമാൻഡ് ഇന്റർഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ടെർമിനലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈഡ്ര കൊടുക്കുന്നു, വേർഡ് ഫയൽ കൊടുക്കുന്നു, യൂസർ നെയിം കൊടുക്കുന്നു, വേർഡ് ഫയൽ കൊടുക്കുന്നു, URL കൊടുക്കുന്നു, അങ്ങനെ 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 നമ്മൾ പോവുക ഹൈഡ്ര യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹൈഡ്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ടാർജറ്റ്, നമ്മുടെ ടാർജറ്റിൻ്റെ URL ആണോ IP അഡ്രസ് ആണോ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന യൂസർ നെയിം, നമ്മളിപ്പോൾ ഒരു അറ്റാക്കിൽ ഒരു യൂസർ നെയിം 100 പാസ്വേഡ് ആയിരിക്കും ലഭിക്കുക, ആ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് വേർഡ് ലിസ്റ്റിൻ്റെ പാത്ത് കൊടുക്കുക. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഗൈഡഡ് ആയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ഇവിടുത്തെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ജോൺ ദ റിപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒഫീഷ്യൽ ഹൈഡ്ര യൂസ് ചെയ്യാനോ ജോൺ ദ റിപ്പർ യൂസ് ചെയ്യാനോ ഹാഷ് കാറ്റ് യൂസ് ചെയ്യാനോ എയർ ക്രാക്കൻസി യൂസ് ചെയ്യാനോ ഒന്നും അറിയത്തില്ലെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം എയർ ക്രാക്കൻസി നിങ്ങൾ നോക്കുക. എയർ ക്രാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രാക്ക്, ഹാൻഡ് ഷേക്ക്, മോണിറ്റർ മോഡ് ഓൺ ആക്കാൻ, മോണിറ്റർ മോഡ് സ്റ്റോപ്പ് ചെയ്യാൻ, എയർ ഡംപ് ചെയ്യാൻ, ഇതൊക്കെ ഇവിടെ ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. സോ അത്രയും നിങ്ങൾക്ക് ഇത് ടൂൾസ് ഒന്നും അറിയത്തില്ലെങ്കിൽ, നിങ്ങൾ പഠിച്ചു വരുന്നുണ്ടെങ്കിൽ അത്രയും ഗൈഡഡ് ആയിട്ട് നിങ്ങളെ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് എഗെയിൻ മെറ്റാസ്പ്ലോയിറ്റ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾസ് നോക്കാം. ഇവിടെ നോക്കിയാൽ സെറ്റ് ടൂൾകിറ്റ് ഉണ്ട്, സെർസ്പ്ലോയിറ്റ് ഉണ്ട്, റൗട്ടർ സ്പ്ലോയിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾഡ് ടൂൾസ് നോക്കാം. ഇവിടെ തന്നെ എല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആയി കിടപ്പുണ്ട്. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻ, ഇതിൽ വെബ് നോക്കിക്കഴിഞ്ഞാൽ വെബ് സ്യൂട്ട് ഉണ്ട്, SQL മാപ്പ് ഉണ്ട്, കൊമിക്സ് ഉണ്ട്. ഓക്കെ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത് വെറുതെ ഒന്ന് കാണിക്കുന്നതല്ല, അതിൻ്റെ ഫീച്ചറൊന്നുമല്ല. നമ്മളിപ്പോൾ ഏത് ഇൻ്റർഫേസ് എടുത്താലും അതിനനുസരിച്ച് അല്ലെങ്കിൽ റെക്കഗ്നൈസൻസ് ആ ഒരു വാക്കിനോട് അനുബന്ധപ്പെട്ട കളറായിരിക്കും ടൈറ്റിൽ ഉണ്ടാവുക. ഇപ്പോൾ റെക്കഗ്നൈസൻസ് പറഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ ഗ്യാതറിങ്, അതൊരു ഇൻഫോർമേഷൻ നമ്മൾ ഒരു ഇതായതുകൊണ്ട് ഒരു ബ്ലൂ കളറ്. നിങ്ങൾ ഇനി അറ്റാക്സിൻ്റെ ഇതിലോട്ട് പോയി, അറ്റാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു റെഡ് കളറായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവിടുത്തെ ഹെഡിങ്ങിൽ റെഡ് കളറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് ഫോറൻസിക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും നമ്മൾ മനസ്സിലുണ്ടാവുക. അപ്പോൾ മൂന്നാമത്തെ നോക്കി കഴിഞ്ഞാൽ അവിടെ ബ്ലൂ ഷെയ്ഡ് കളറിലായിട്ട് ഹെഡിങ്ങോ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണാം. ഡിസ്ക് ഇമേജിങ്, ഫയൽ റിക്കവറി എന്നൊക്കെ വേണ്ടി ഇഷ്ടം പോലെ. അതിൻ്റെ ഉള്ളിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒക്കെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളുടെ ഓരോ സാധനം ഉപയോഗിച്ച് പോകുന്നത്. ഇനി ഡിഫൻസീവ് ആൻഡ് മോണിറ്ററിങ്, നാലാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡിഫൻസീവ് അല്ലെങ്കിൽ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വാർണിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു യെല്ലോ ഷെയ്ഡ് കളർ ഇവിടെ കൊടുത്തിട്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇഷ്ടംപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് ഓപ്ഷൻസ് ആണോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ താഴെ അതിൻ്റെ പേര് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല. ഇപ്പം നമ്മൾ ഡിഫൻസീവിൻ്റെ മൊഡ്യൂളിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഡിഫൻസീവ് എന്നായിരിക്കും പേര് നിൽക്കുക. ഇപ്പം ഞാൻ ഈ നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്ററിങ് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പേര് മാറിയതുണ്ടോ, നെറ്റ്വർക്ക് എന്ന് മാറിയതുണ്ടോ. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമാണ്, അല്ല അതിൻ്റെ ഫീച്ചറായിട്ടല്ല പറയുന്നത്. ഇനി ഹണി പോട്ട്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേറെ യൂട്യൂബിൽ നോക്കിയാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഹണി പോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് എൻ്റെതായ കസ്റ്റമൈസ്ഡ് ഹണി പോട്ടാണ്. ഹണി പോട്ട് എഗെയിൻ ഒരു പച്ച കളറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഹണി പോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ചെന്ന് സ്റ്റാർട്ട് ഹണി പോട്ട് കൊടുക്കരുത്. അതായത് നമുക്ക് ഒരു ഹണി പോട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് അലേർട്ടും കാര്യങ്ങളൊക്കെ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനുവേണ്ടി അതായത് നമ്മുടെ ഹണി പോട്ട് റൺ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ അറ്റാക്ക് ചെയ്യുമോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് അറിയണ്ടേ, അതിനുവേണ്ടി നമ്മൾ അലേർട്ട് വെക്കുക. അപ്പോൾ ഈ അലേർട്ട് വരണമെങ്കിൽ നമ്മൾ ജിമെയിലോട്ടായിരിക്കും അലേർട്ട് വരിക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അലേർട്ടിൻ്റെ കുറച്ച് കോൺഫിഗറേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതിന് 4 ഞെക്കുക, അതായത് കോൺഫിഗർ ജിമെയിൽ അലേർട്ട്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ചോദിക്കും യൂസ് ഗൂഗിൾ ആപ്പ് പാസ്വേഡ് ആൻഡ് അത് നമ്മുടെ നോർമൽ ജിമെയിൽ പാസ്വേഡ് അല്ല. അതായത് ആദ്യം നമ്മൾ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഇപ്പം എൻ്റെ ആണെങ്കിൽ
ഓക്കെ ഓക്കെ ഇവിടെ എൻ്റെ IP അഡ്രസ് എൻ്റെ ഇമെയിൽ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഗൂഗിൾ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു സംഭവം ചോദിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ ചെല്ലുക. അവിടെ നിങ്ങൾ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ സെർച്ച് ബാറിൽ ആപ്പ് പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ ആപ്പ് എന്ന് കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ ഒരു ആപ്പ് നെയിം കൊടുക്കുക. റജാസ്പ്ലോയിറ്റിന് വേണ്ടി ആയതുകൊണ്ട് റജാസ്പ്ലോയിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു 1 ടൈം പാസ്വേഡ് കാണിക്കും. ആ പാസ്വേഡ് കോപ്പി ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ആ പാസ്വേഡ് വേണം ഇവിടെ കൊണ്ടത് കോപ്പി ചെയ്യാൻ, അല്ലാതെ ജിമെയിലിൻ്റെ പാസ്വേഡ് അല്ല. ഞാൻ ഇതൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമായതുകൊണ്ട് ഞാനത് വീണ്ടും ചെയ്യുന്നില്ല. എന്നിട്ട് ഇവിടെ റിസീവർ ഇമെയിലും കൊടുക്കുക. റിസീവർ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇമെയിലിലേക്കാണ് അലേർട്ട് ചെല്ലേണ്ടത്. അപ്പോൾ ഈ സെയിം ഇമെയിൽ ഐഡി തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അലേർട്ടൊക്കെ നമ്മുടെ ജിമെയിലോട്ട് വരും. ഇനി വേണം സ്റ്റാർട്ട് ഹണിപോട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പോർട്ടിലാണ് ഹണിപോട്ട് റൺ ചെയ്യിക്കേണ്ടി നിൽക്കും. 2222 എന്ന് പറയുന്നത് നമ്മുടെ SSH ആണ് കൂടുതൽ എല്ലാവരും ഹണിപോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോർട്ട് വേണമെങ്കിൽ ആ പോർട്ട് കൊടുക്കാം. ഞാൻ ഡീഫോൾട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ലോക്കൽ IP അഡ്രസ് ആയിട്ട് എൻ്റെ IP അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു 2222 എന്ന് പറഞ്ഞ പോർട്ടിൽ ഇപ്പോൾ ഒരു ഹണിപോട്ട് റൺ ആവുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്തിട്ട് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഹണിപോട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കമാൻഡാണ് ഇത്. ഇതൊരു റിവേഴ്സ് ഷെല്ലിൻ്റെ ഒരു കമാൻഡ് ഇതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമാൻഡ് ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ലൈവ് മോണിറ്ററിംഗ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഹണിപോട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ലൈവ് മോണിറ്ററിംഗ്. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ഹണിപോട്ടിൽ നടക്കുന്നത് കാണാൻ പറ്റും ലൈവായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഇതാണ് എൻ്റെ ഹണിപോട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. ഞാനതൊന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ കാണാം എൻ്റെ IP അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. കണക്റ്റഡ് ആയിരിക്കുന്ന ടൈം ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. പിന്നെ ഇതേ ജിമെയിൽ കോൺഫിഗറേഷൻ ഇൻകംപ്ലീറ്റ്. അത് ഞാൻ എൻ്റെ ജിമെയിലിൻ്റെ പാസ്വേഡ് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. വെയിറ്റ്, ഞാൻ എൻ്റെ ജിമെയിലിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ജിമെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ജിമെയിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മുടെ ലൈവ് മോണിറ്ററിംഗ് ഡാഷ്ബോർഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എഗെയിൻ ഒന്നും കൂടി കണക്ട് ചെയ്യണേ. ഓക്കെ, ഞാനിവിടെ കണക്ട് ചെയ്ത പാടെ തന്നെ എൻ്റെ IP അഡ്രസ് വന്നിട്ടുണ്ട്. കണക്ട് ചെയ്തിരിക്കുന്ന ടൈം കാണിച്ചിട്ടുണ്ട്. അറ്റാക്കർ കണക്റ്റഡ് സ്കാൻ ഡിറ്റക്റ്റഡ് ഫ്രം എന്ന് പറഞ്ഞ IP അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഹണിപോട്ട് സ്റ്റാർട്ടഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്യൂർ ഷെൽ അല്ലെങ്കിൽ ഒരു ഷെല്ല് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഷെല്ലൊന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതേ കുറച്ച് ഫയൽസും കാര്യങ്ങളും കാണിക്കുന്നത്. അതായത് ഒരു ഫേക്ക് കമ്പ്യൂട്ടറാണ് ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് കമ്പ്യൂട്ടറാണ്. ഓക്കെ ഓക്കെ അങ്ങനെ ഇപ്പം ഞാനിവിടെ അടിക്കുന്ന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ അടിക്കുന്ന കമാൻഡുകളൊക്കെ തന്നെയും ഇവിടെ റെക്കോർഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുണ്ടോ, ഞാനിവിടെ അടിക്കുന്ന ഓരോ കമാൻഡും ഇവിടെ റെക്കോർഡ് ആവുന്ന നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആണ്. ഇതിപ്പോൾ നമ്മുടെ അറ്റാക്കർ നമ്മുടെ ഹണിപോട്ടിൽ കയറി കളിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അയാൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഹണിപോട്ട് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഹണിപോട്ടിന് ഒരു സസ്പീഷ്യസ് IP അഡ്രസ് ഉണ്ട്. ഇനി IP അഡ്രസ്സിന് നമുക്ക് റിക്വസ്റ്റ് വരരുത് എന്നുണ്ടെങ്കിൽ 6 ഞെക്ക് ഓപ്ഷൻസ് 6 ഞെക്ക് 5 പോയിട്ട് ഓപ്ഷൻ 6 ഞെക്കുക. എന്നിട്ട് ആ ഒരു IP അഡ്രസ്, അതിപ്പം എൻ്റെ IP അഡ്രസ് ഇതാണ്. ഈ ഒരു IP അഡ്രസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ IP അഡ്രസ്സിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൽ അത് ഉപയോഗിക്കേണ്ടത്. അഗെയിൻ ബാക്ക് അടിക്കുക. പിന്നെ ഉള്ളതാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ ഇതിലുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അറിയാൻ എൻ്റെ ഇത് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇനി ഇതിനകത്തുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതായത് എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾ കഴിഞ്ഞാൽ പാസ്വേഡ് ആൻഡ് ഒതൻറ്റിക്കേഷൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്.
ഓപ്ഷൻ അതൊന്ന് നോക്കി കഴിഞ്ഞത് റാൻഡം പാസ്വേഡ് ജനറേറ്റർ. നിങ്ങളിപ്പോൾ പാസ്വേഡ് ജനറേറ്റർ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം എങ്കിൽ ഒന്ന് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എത്ര, അത് എത്ര ക്യാരക്ടേഴ്സ് വേണമെന്ന് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 13 കൊടുത്തു. പിന്നെ അതെ, ഇതാണ് 13 ലെറ്ററുള്ള ഒരു റാൻഡം പാസ്വേഡ്. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് അത് എൻ്റെ അവിടെ ഫയലിൽ സേവ് ആയി കിടക്കുകയും ചെയ്യും. ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നേ. ഇനി പാസ്വേഡ് സ്ട്രെങ്ത് ചെക്ക്. നമുക്കൊരു പാസ്വേഡ് കിട്ടിയാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയൊരു പാസ്വേഡ്, ഇതിൻ്റെ സ്ട്രെങ്ത് എന്തോരാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളൊന്ന് കൊടുക്കുക. ഇപ്പം ഞാൻ ആ ഉണ്ടാക്കിയ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് ആണ് ഞാൻ നോക്കുക. ഈ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആണ്. ഇത് അത്രയും പെട്ടെന്ന് ബ്രൂട്ട് ഫോഴ്സ് എടുക്കാൻ പറ്റുന്ന പാസ്വേഡ് എന്നാണ് ഇത് അവകാശപ്പെടുന്നത്. പിന്നെ മെമ്മറബിൾ പാസ്വേഡ് ജനറേറ്റർ, എൻട്രോപ്പി കാൽക്കുലേറ്റർ, ഹാഷ് ഐഡന്റിഫയർ, ഏത് ഹാഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ എല്ലാ സാധനവും പാസ്വേഡിൻ്റെ ഒതന്റിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എൻകോഡിങ്, എൻക്രിപ്ഷൻ, ഹാഷിംഗ്, അതായത് നമുക്കൊരു ഫയൽ എൻകോഡ് ചെയ്യണം. ഇപ്പം ബേസ് 64 ആയിട്ടുള്ള ഒരു ഫയൽ നമുക്കത് എൻകോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗിച്ച് എൻകോഡ് ചെയ്യാം. ഇനി എൻകോഡഡ് ആയിട്ട് കിടക്കുന്ന സാധനമാണ് നമുക്ക് ഡീകോഡ് ചെയ്യാം. URL എൻകോഡ് ചെയ്യാം, URL ഡീകോഡ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിഫെൻസീവ് ആൻഡ് അനലൈസിസ് യൂട്ടിലൈറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓസിൻ്റെ അതിൻ്റെ റെക്കൺ ഹെൽപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ QR കോഡ് ജനറേറ്റർ, IP ജിയോ ലൊക്കേഷൻ, യൂസർ ഏജന്റ് ലൊക്കേറ്റർ, മാക് വെൻഡോർ ലുക്കപ്പ്, പോഡ് ഡാറ്റാബേസ് സെർച്ച്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അത് QR കോഡൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം കൊടുത്ത് QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം ഒന്ന് കൊടുക്കുക, QR കോഡ് ജനറേറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ഓർ URL. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ എനിക്കൊരു ഇപ്പോൾ നമുക്കൊരു ഫിഷിംഗ് ലിങ്ക് ഒക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. ആ ലിങ്ക് ഒരു QR കോഡിനുള്ളിൽ ഒളിപ്പിക്കണമെങ്കിൽ നമുക്കൊക്കെ ഈ QR കോഡ് ജനറേറ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഒരു പേരിൽ ഒരു QR കോഡ് ജനറേറ്റ് ആയി കിടപ്പുണ്ടാവും നമ്മുടെ ഫയലിൽ. ഞാനൊന്ന് എക്സ്ട്രാസ് ഇതാണ് ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്ത ഒരു QR കോഡ്. അങ്ങനെ ഓക്കെ. പിന്നെ അടുത്ത ഓപ്ഷനിലേക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ടൂൾസ്, DNS ലുക്കപ്പ്, ഹൂയിസ് ലുക്കപ്പ്, ലോക്കൽ IP ഡിറ്റക്ടർ, ബോട്ട് സ്കാനർ, ലൈറ്റ്, പിങ് സ്വീപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. പിന്നെ പ്രൊഫഷണൽ പെൻടെസ്റ്റ് യൂട്ടിലിറ്റീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്ഷ്യൽ ജനറേറ്റർ, അതായത് റിവേഴ്ഷ്യൽ കോഡ്സ് ഒക്കെ ഇവിടെ തന്നെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. JSON മിനിഫയർ, JSON ബ്യൂട്ടിഫയർ, പിന്നെ XSS POC ജനറേറ്റർ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഒരു പരിധി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ പറഞ്ഞ ബേസിക് യൂസസിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്ട്രാ ഫീച്ചേഴ്സിലോട്ട് വരുന്നത്. പിന്നെ ഉള്ള സാധനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. റിപ്പോർട്ടിംഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അതായത് നമ്മൾ 1 തൊട്ട് 6 വരെ നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയി കിടക്കും. അത് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയാണ് നമ്മൾ വിചാരിക്കത്തൊക്കെ. വെറുതെ നമ്മൾ ഡെമോ ചെയ്യുന്നതാണ്. അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. അതിൽ ആ വെച്ച ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ആ റിപ്പോർട്ട് ജനറേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതൊക്കെ മൊഡ്യൂൾസ്, അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാ മൊഡ്യൂൾസും ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഏതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 1-5 മൊഡ്യൂളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ മൊഡ്യൂളാണോ വേണ്ടത് ആ മൊഡ്യൂളിൻ്റെ ഒക്കെ പേര് കൊടുക്കുക. ഞാനിപ്പം ഹണി പോട്ട് യൂസ് ചെയ്തായിരുന്നു. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, സോറി. ചുമ്മാ ഒന്നും കൂടി കൊടുക്കുക, അല്ല 5 മാത്രം മതി, എന്നാലും ഒന്നും കൂടി കൊടുക്കാം. എങ്ങനെ നമ്മുടെ സ്പേസ് ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ പേര് കൊടുക്കുക. ശേഷം നമ്മൾ എൻ്റർ അടിക്കുക. എന്നിട്ട് റിപ്പോർട്ടിൻ്റെ നെയിം, എന്ത് നെയിമാണ് നമ്മുടെ റിപ്പോർട്ടിന് വേണ്ടത്. ഇപ്പം ഞാൻ ആൽഫ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ കൊടുക്കുക, ആൽഫ എന്ന് കൊടുക്കുന്നു. ക്രിയേറ്റഡ് ബൈ ആരാണ്, അലൻ എന്ന് കൊടുക്കുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതായത് നമ്മളൊരു കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റഡ്, ആ റിപ്പോർട്ടിൻ്റെ പേര് വേണം, ക്രിയേറ്റഡ് ബൈ ആരാണെന്നും വേണം, പിന്നെ എന്താണ് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഹെഡിങ് വേണം. അതൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി കിടപ്പുണ്ടാവും. നമ്മളതൊന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം.
സോറി, റിപ്പോർട്ട്സിൻ്റെ കിടക്കുന്നത് ഇവിടെയല്ല, റിപ്പോർട്ട്സിൻ്റെ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൽഫയുടെ റിപ്പോർട്ട് ജനറേറ്റ് ആയി കിടപ്പുണ്ടാവും. അതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഈ HTML റിപ്പോർട്ട് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. PDF-നകത്ത് ഒന്നും ഉണ്ടാവില്ല, HTML ആയിരിക്കും നല്ലത്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൽഫ എന്നുള്ള ടൈറ്റിൽ കാണാം. റജാസ്പ്ലോയിറ്റ് സൈബർ സെക്യൂരിറ്റി റിപ്പോർട്ട് ആൽഫ എന്ന റിപ്പോർട്ടിൻ്റെ പേര് ക്രിയേറ്റഡ് ബൈ അലൻ, സബ്മിറ്റഡ് ടു നിരഞ്ജൻ, ഇന്നത്തെ ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഒരു എക്സ്ക്ലൂസീവ് സമ്മറി ഇവിടെ എഴുതി വന്നിട്ടുണ്ടാവും. ഏതൊക്കെ മൊഡ്യൂൾസിനെ പറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉണ്ട്. അതിൻ്റെ സിവിയറിറ്റി, ഇതിനകത്ത് ക്രിട്ടിക്കലായിട്ട് ഒന്നുമില്ല, ഒരു കാര്യമില്ല, ജസ്റ്റ് ഇൻഫോർമേഷൻസ് മാത്രമേ ഉള്ളൂ. സിവിയറിറ്റി വളരെ കുറവായിട്ടുള്ള, കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഹണിപ്പോട്ട് മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ജനറൽ ഇൻഫോർമേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻഫോ മാത്രമാണ് ഇതൊക്കെ, അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതാ എവിഡൻസ് ആൻഡ് ലോഗ്സ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ലോഗ്സും എവിഡൻസും ഒക്കെ ഇവിടെ തന്നെ വന്ന് കിടക്കും. ഇതൊക്കെ നേരത്തെ എടുത്തതിൻ്റെ Nmap വൾനറബിലിറ്റി, ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്തതിൻ്റെ വൾനറബിലിറ്റിയുടെ റിപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ ആ റിപ്പോർട്ട് ജനറേറ്റ് ആയി വരും. പിന്നെ ലാസ്റ്റ് ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് Nmapന്റെ റിസൾട്ട് വന്നതെന്ന് അറിയും. ഞാൻ പറഞ്ഞു നേരത്തെ യൂസ് ചെയ്തതാണ്, ഇപ്പോൾ യൂസ് ചെയ്ത സാധനമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും എങ്ങനെയാണ് ഇവിടെ Nmapന്റേത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിവിടെ 2 മൊഡ്യൂൾ സെലക്ട് ചെയ്യുന്നത്, ഹണി പോട്ടും റെക്കാണ്. അപ്പം നമ്മളിവിടെ ഏത് മൊഡ്യൂളാണോ സെലക്ട് ചെയ്യുന്നത് ആ മൊഡ്യൂളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് കിടക്കുന്ന ഫയൽ റിപ്പോർട്ട്സ് ആയിരിക്കും ഇവിടെ ജനറേറ്റ് ആയി വരിക. അപ്പം ഹണി പോട്ടിൻ്റെത് ഇപ്പോഴാണ് ജനറേറ്റ് ചെയ്തെങ്കിൽ പോലും റെക്കണ്ട് ഞാൻ നേരത്തെ ജനറേറ്റ് ചെയ്തത്, അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽസ് ആയിരിക്കും ഇവിടെ വന്ന് കിടക്കുക. ഓക്കെ, അതാണ് ഈ കാണുന്ന ഫയൽസ് ഒക്കെ, ഈ പോർട്ട് സ്കാൻ ചെയ്തതിൻ്റെ ഒക്കെ വന്ന് കിടക്കുന്നത് അതാണ്. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് റിപ്പോർട്ട് ജനറേറ്റ് ആവും. പിന്നെ അതിന് കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് റജാസ്പ്ലോയിറ്റ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഒരു ബിഗിനർ ആയിട്ടുള്ള യൂസറിന് ഇത്രയും അടിപൊളിയായിട്ട് ഗൈഡഡ് ആയിട്ടൊരു ടൂള് നിങ്ങൾക്ക് എന്തായാലും വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിൽ ഒതുങ്ങേണ്ടതല്ല, ഇത് നിങ്ങളെ കമാൻഡുകൾ, നിങ്ങൾ ഇങ്ങനെ ഇത് ശീലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ കമാൻഡുകൾ യൂസ് ചെയ്യാൻ മടിയാകും. അതുകൊണ്ട് മെനക്കെടാണല്ലോ കമാൻഡ് പഠിച്ചു വെക്കില്ല, പക്ഷെ നിങ്ങൾ കമാൻഡ് യൂസ് ചെയ്തൊക്കെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് ജസ്റ്റ് തുടക്കക്കാർക്ക് ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. അപ്പോൾ എല്ലാവരും ഈ ടൂളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഓക്കെ.